ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ മാത്സ് ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആക്ടിവിറ്റി 1, ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് എ ലെങ്ത് ഓഫ് 5 cm ആൻഡ് എ ഹൈറ്റ് ഓഫ് 3 cm. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? 5 cm നീളവും 3 cm ഉയരവുമുള്ള ഒരു ചതുരം വരയ്ക്കുക. അപ്പൊ ഇതുപോലെ വരച്ചെടുക്കുക. ലെങ്ത് 5 cm ആൻഡ് ഹൈറ്റ് 3 cm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ വിത്ത് എ റേഡിയസ് ഓഫ് 4 cm. 4 cm ആരമുള്ള ഒരു വട്ടം, അതായത് വൃത്തം വരയ്ക്കുക. അപ്പൊ ഇത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അൺമൂവിങ് ഇൻ ദ മിഡിൽ? ഒരു വൃത്തത്തിൽ അനങ്ങാതെ നടുക്ക് നിൽക്കുന്ന ബിന്ദുവിന്റെ പേരെന്ത്? റേഡിയസ് ആരം, റൗണ്ട് വട്ടം, സെന്റർ കേന്ദ്രം, ഡയമീറ്റർ വ്യാസം. അപ്പൊ ഇതിലേതായിരിക്കും? സെന്റർ അല്ലെ, കേന്ദ്രം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, സെവറൽ ദോശാസ് ഓഫ് സെയിം സൈസ് വെർ കട്ട് ഇൻടു 4 ഈക്വൽ പാർട്സ് ഈച്ച്. ഒരുപോലെയുള്ള കുറേ ദോശകൾ ഓരോന്നിനെയും 4 സമഭാഗങ്ങളായി മുറിച്ചു. Manu took 3 pieces from it. What fraction of a dosha did Manu take? മനു അതിൽ നിന്ന് 3 കഷ്ണം എടുത്തു. ഒരു ദോശയുടെ എത്ര ഭാഗമാണ് മനു എടുത്തത്? അപ്പൊ എത്ര ഭാഗമായിരിക്കും മനു എടുത്തിട്ടുണ്ടാവില്ലേ? 3/4. അടുത്തത്, when Minnie combined the pieces she got 2 whole doshas. How many pieces did Minnie take? മിനി എടുത്ത കഷ്ണങ്ങൾ ചേർത്ത് വച്ചപ്പോൾ 2 ദോശ മുഴുവനായും കിട്ടി. എത്ര കഷ്ണങ്ങളാണ് മിനി എടുത്തിട്ടുണ്ടാവുക? How many 1/4 are needed to get to? എന്താ വരിക? 1/4 into 8 is equal to 2. But 8 pieces are there. Next, when Sanu's pieces are combined, he got 2 1/4 doshas. How many pieces did Sanu take? സനുവിന് കിട്ടിയ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ 2.5 ദോശയുണ്ട്. സനു എത്ര കഷ്ണങ്ങളാണ് എടുത്തത്? How many 1/4s are needed to get to 1/4? എത്ര 1/4കൾ ചേർന്നാൽ 2 1/4 ആകും? എത്രയാകും? അപ്പം 1/4 into 9 is equal to 2 1/4. അപ്പോൾ എത്ര പീസ്? 9 pieces are there. Next question, a rope 3 meters long is equally divided among 5 people. How many meters of rope does each person get? 3 മീറ്റർ നീളമുള്ള ഒരു ചരട് 5 പേർ തുല്യമായി മുറിച്ചെടുത്തു. ഒരാൾക്ക് എത്ര മീറ്റർ ചരട് കിട്ടും? എത്ര മീറ്റർ കിട്ടും? 3/5. അപ്പൊ അതെങ്ങനെ കിട്ടിയ? 3 ഹരിക്കണം 5. Next activity 3, draw a picture of a clock and mark the time to 1/4 on it. ഒരു ക്ലോക്കിന്റെ ചിത്രം വരച്ച് 2 1/4 സമയം അടയാളപ്പെടുത്തുക. 1/4 എന്ന് വെച്ചാൽ അത് കാലാണ്. അപ്പൊ എന്താ സമയം വരുക? 2/4. അപ്പൊ ഇതേപോലെ ചിത്രം വരച്ചു കൊടുക്കുക. Next question, a person office working hours are from 10 a.m. to 5 p.m. He went out for office work from 11:30 a.m. to 1 o'clock p.m. How much time did he spend in the office? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാളുടെ ഓഫീസ് പ്രവൃത്തി സമയം 10 a.m. മുതൽ 5 p.m. വരെയാണ്. 11:30 AM മുതൽ 1 മണി PM വരെ ഓഫീസ് ആവശ്യത്തിനായി അയാൾ പുറത്തുപോയി.
അയാൾ ഓഫീസിലുണ്ടായിരുന്ന സമയം എത്രയാണ്? ഫസ്റ്റ് അയാൾ ഉണ്ടായ സമയം ഫ്രം 10 AM to 5 PM. അപ്പോൾ എത്രയായിരിക്കും? 7 hours. നെക്സ്റ്റ് ഫ്രം 11:30 AM to 1 PM. അപ്പോൾ ഇത് എത്രയായിരിക്കും? 1 and 1/2 hours. അപ്പം ടൈം സ്പെൻഡ് ഇൻ ദ ഓഫീസ് എങ്ങനെയാ ചെയ്യുക? 7 minus 1/1/2 is equal to 5 1/2 hours. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അയാളെ ഓഫീസിലുണ്ടായിരുന്ന ടൈം സ്പെൻഡ് ഇൻ ദ ഓഫീസ് 5.5 hours. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മിനിറ്റ്സ് ആർ ഇൻ 1 hour? ഒരു മണിക്കൂർ എത്ര മിനിറ്റ് ആണ്? 24, 30, 48, 60. അപ്പോൾ എത്രയായിരിക്കും? 60. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ചുവടെയുള്ള പട്ടിക പൂരിപ്പിക്കുക. ഫസ്റ്റ് മെഷർ, പിന്നെ ഫ്രാക്ഷണൽ ഫോം, പിന്നെ ഡെസിമൽ ഫോം. 2 cm, 3 mm. എത്രയാണ് ഫ്രാക്ഷണൽ ഫോം വരിക? 2 3/10 cm. ഡെസിമൽ ഫോം 2.6 cm. അടുത്തത് 8 കിലോഗ്രാം 125 gram. അതെത്ര വരിക? 8 125/1000 kilogram. അടുത്തത് ഡെസിമൽ ഫോം വരുന്നത് 8.125 kilogram. അടുത്തത് 30 ലിറ്റർ 275 millimeter. അതെത്ര വരിക? 30 275/1000 liter. ഡെസിമൽ ഫോം 30.275 liter. നെക്സ്റ്റ് 6 കിലോഗ്രാം 875 gram. അതെത്ര വരിക? 6 875/1000 kilogram. ഡെസിമൽ ഫോം 6.875 kilogram. നെക്സ്റ്റ് 10 meter 27 centimeter. 10 27/100 meter. ഡെസിമൽ ഫോം 10.27 meter. Next activity 5. If 27 kilograms of sugar is equally divided among 6 people, how many kilograms of sugar will each person get? 27 കിലോഗ്രാം പഞ്ചസാര 6 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം പഞ്ചസാര കിട്ടും? അപ്പോൾ എത്ര വരിക? ദ എമൗണ്ട് ഓഫ് ഷുഗർ ഈച്ച് ഗോട്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന പഞ്ചസാരയുടെ അളവ് ഈക്വൽ ടു 27/6 is equal to 4 3/6 is equal to 4 1/2 kilogram. Next question, if 4 cakes are equally divided among 5 people, how much of a cake will each person get? 4 കേക്ക് 5 പേർക്ക് ഒരുപോലെ ഭാഗിച്ചാൽ ഓരോരുത്തർക്കും ഒരു കേക്കിന്റെ എത്ര ഭാഗം കിട്ടും? ഷെയർസ് ഓഫ് ഈച്ച് 4/5 part. How many people can be served if 25 liters of milk are distributed equally with each receiving 3 liters? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 25 ലിറ്റർ പാൽ ഒരാൾക്ക് 3 ലിറ്റർ വീതം എത്ര പേർക്ക് കൊടുക്കാം? അപ്പോൾ എത്രയായിരിക്കും? 25 ലിറ്റർ മിൽക്ക് 25 ഹരിക്കണം 3. എത്രയായിരിക്കും ആൻസർ? 8. അതിൻ്റെ റിമൈൻഡർ 1. Next question, if 6 pens are equally divided among 2 people, how many pens will each person get? 6 പേന 2 പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര പേന കിട്ടും? എത്ര കിട്ടും? അപ്പോൾ 6 ഹരിക്കണം 2. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 3. അതിൻ്റെ ആൻസർ 3 ആയിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, റൈറ്റ് 111 as times and remainder of 9.
111നെ 9ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. അപ്പം അതെങ്ങനെ ചെയ്യുക? 111 9 into 12 plus 3. Next question. 1975 notebooks are required for the school store. Calculate the number of bundle needed if each bundle contains 25 notebooks. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്കൂൾ സ്റ്റോറിലേക്ക് 1975 നോട്ട് പുസ്തകങ്ങൾ വാങ്ങണം. 25 പുസ്തകം വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം? കെട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും? 1975 ഹരിക്കണം 25. അപ്പോൾ എത്രയായിരിക്കും ആൻസർ കിട്ടുക? 79. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 7 pens കോസ്റ്റ് 105 rupees, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 pen? ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 105 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? അപ്പോൾ എത്രയായിരിക്കും? 10 rupees, 50 rupees, 70 rupees, 21 rupees. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? 15 rupees. അതെങ്ങനെ കിട്ടിയേ? 105 ഹരിക്കണം 5. അപ്പോൾ 15 ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ഇഫ് 36 into 50 is equal to 540. Find the following product. 36 into 15 is equal to 540 ആണ്. ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തത് 37 into 50 is equal to എന്തായിരിക്കും വരിക? 540 പ്ലസ് 50 is equal to 555. അടുത്തത് 35 into 50 is equal to 540 minus 50 is equal to 525. അടുത്തത് 360 into 50 is equal to 5400. Next 36 into 14 is equal to 540 minus 36 is equal to 504. Next 36 into 60 is equal to 540 plus 36 is equal to 576. അപ്പം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മളിന്ന് ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.